വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മോശ രചിച്ച പഞ്ചഗ്രന്ഥികളിലെ അവസാന പുസ്തകമാണ് 34 അധ്യായങ്ങളുള്ള നിയമാവർത്തന പുസ്തകം. ദൈവീക നിയമ പുസ്തകത്തിൻ്റെ ഒരു പകർപ്പുണ്ടാക്കി അതനുസരിച്ച് ജീവിക്കാനും വ്യാപരിക്കാനും പരിശ്രമിക്കണമെന്ന കൽപ്പന തരുന്ന ഗ്രന്ഥമാണ് നിയമാവർത്തന പുസ്തകം. ഇതിൽ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ ഒരുക്കുന്ന അത്ഭുതങ്ങളും ദൈവം കൽപ്പനകൾ നൽകുന്നതും ഇസ്രായേൽ ജനത വിഭജിക്കപ്പെടുന്നതും വിവരിക്കുന്നു. 5 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവസ്നേഹത്തെയും ദൈവ അനുസരണത്തെയും വിവരിക്കുന്നു. ഇസ്രായേലും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ അവലോകനം, ആ ബന്ധം ഭദ്രമാക്കാനുള്ള ആഹ്വാനം, നിയമസമാഹാരം എന്നിവ ഈ അധ്യായങ്ങളിൽ വ്യാഖ്യാനിക്കുന്നു. 29, 30 അധ്യായങ്ങളിൽ മോശയുടെ പ്രവചനങ്ങൾ കാണാം. കാനാൻ ദേശത്ത് പ്രവേശിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, ഉടമ്പടി നവീകരണം എന്നീ കാര്യങ്ങൾ ഇവിടെ വിവരിക്കുന്നു. 31 അധ്യായത്തിൽ മോശയുടെ പിൻതലമുറക്കാരനായ ജോഷുവയെ നിയമിക്കുന്നതും 32 അധ്യായത്തിൽ മോശയുടെ കീർത്തനവും ഇസ്രായേൽ ജനത്തിനുള്ള അന്തിമോപദേശങ്ങളും വിവരിച്ചിരിക്കുന്നു. 33 അധ്യായത്തിൽ 12 ഗോത്രത്തലവന്മാരെ അനുഗ്രഹിക്കുന്നതും 34 അധ്യായത്തിൽ മോശയുടെ മരണം വിവരിക്കുന്നതോടെ ആവർത്തന പുസ്തകം അവസാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.